പാർട്ടിയിലെ തർക്കത്തിൽ മന്ത്രിസ്ഥാനം എളുപ്പത്തിൽ ഒഴിഞ്ഞുകൊടുക്കില്ലെന്ന സൂചന നൽകി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനം ഉടൻ മാറുമോ എന്ന ചോദ്യത്തിന് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ശരത് പവാറിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് ചിലർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഉചിതമാണോ എന്നും ആലോചിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രിസ്ഥാനം വെച്ചുമാറുന്ന ധാരണയുണ്ടായിരുന്നെന്ന് ദേശീയ നേതൃത്വം ഇപ്പോഴാണ് പറയുന്നതെന്നും മാറുന്നതിൽ തനിക്ക് ഒരു വൈമനസ്യവും ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ എൻ.സി.പിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എൻ.സി.പിയിലെ മന്ത്രിസ്ഥാന തർക്കം തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. എ.കെ. ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഉയർത്തുന്ന വാദം ഇത്തരത്തിലുള്ള ഒരു വെച്ചുമാറൽ ആദ്യമേ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ തോമസ് കെ തോമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയേ തീരൂ എന്ന നിലപാടാണ്. ആദ്യം തോമസ് കെ തോമസിന് എതിരെ നിന്നിരുന്ന പി.സി. ചാക്കോ തോമസ് കെ തോമസിനോടൊപ്പം ചേർന്നത് മുതലാണ് എൻ.സി.പിയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ കലുഷിതമായി മാറിയത്. എന്നിരുന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മൂലം മന്ത്രിസ്ഥാനത്തിൽ ധാരണയായി എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും പകരം 3-ാം തീയതി ചേരുന്ന യോഗത്തോടു കൂടി തന്നെ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ.കെ. ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമോ വാക്കുകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല തോമസ് കെ തോമസും പി.സി. ചാക്കോയും ഈ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമായില്ലെങ്കിൽ ഒരുപക്ഷെ മുന്നണി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. തോമസ് കെ തോമസിനെ സംബന്ധിച്ച് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ പി.സി. ചാക്കോയെ സംബന്ധിച്ച് തോമസ് കെ തോമസ് തന്നെയാണ് ഇനി അടുത്ത മന്ത്രിയായി വരേണ്ടത് എന്നുള്ള നിലപാടുമായിരുന്നു. യഥാർത്ഥത്തിൽ എൻ.സി.പിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തോമസ് കെ തോമസിനും പി.സി. ചാക്കോയ്ക്കും വലിയ തരത്തിലുള്ള പിന്തുണയുണ്ട് എന്ന് കാണാനും സാധിക്കും. എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ എ.കെ. ശശീന്ദ്രൻ പക്ഷം ഇപ്പോഴും വിട്ടു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് എൻ.സി.പിയിലെ രണ്ട് വിഭാഗങ്ങളും. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി തനിക്ക് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന ഉത്തമ ബോധ്യം യഥാർത്ഥത്തിൽ എ.കെ. ശശീന്ദ്രനുണ്ട്. ഒരർത്ഥത്തിൽ എ.കെ. ശശീന്ദ്രൻ എൽ.ഡി.എഫിൽ വളരെ സൗമ്യമുഖമുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതും ഇതിന് ഒരു കാരണം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രി ഒരു മുന്നണി മര്യാദ പാലിക്കുവാൻ വേണ്ടി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും തന്നെ കടക്കാതിരിക്കാനേ ഒരർത്ഥത്തിൽ തോമസ് കെ തോമസിന് പിന്തുണയ്ക്കുമോ എന്ന ഭയവും യഥാർത്ഥത്തിൽ എ.കെ. ശശീന്ദ്രൻ പക്ഷത്തിനുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല എൽ.ഡി.എഫിനെ സംബന്ധിച്ചപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വീണ്ടും ഒരു മുന്നണി തർക്കത്തിലേക്കോ മുന്നണി മാറ്റത്തിലേക്കെല്ലാം തന്നെ വഴിതുറക്കുന്ന സാഹചര്യം പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ശശീന്ദ്രനെ സംബന്ധിച്ച് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം കൊടുക്കുകയും സംസ്ഥാന പാർട്ടി അധ്യക്ഷ സ്ഥാനം വേണമെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ആ ആവശ്യം പി.സി. ചാക്കോ അംഗീകരിക്കുകയാണെങ്കിൽ എന്നാൽ അദ്ദേഹത്തിന്റെ അധികാരം ദേശീയ വർക്കിംഗ് കമ്മിറ്റി എന്നതിലേക്കും ചുരുങ്ങിപ്പോകുമെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും എൻ.സി.പിയെ സംബന്ധിച്ച് എൻ.സി.പി ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിൽ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും എ.കെ. ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം വെച്ച് മാറുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വൈമനസ്യവും ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹം ആ മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസ്ഥാനം അത് എൻ.സി.പിക്ക് തന്നെ സ്വന്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ്. മന്ത്രിസ്ഥാനം എൻ.സി.പിക്ക് തന്നെ വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം സൂചിപ്പിക്കുന്നത് തോമസ് കെ തോമസ് ആണെങ്കിലും പി.സി. ചാക്കോയാണെങ്കിലും ഒരർത്ഥത്തിൽ മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പലപ്പോഴായി ശശീന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നില്ല. ഏത് മുന്നണിയിലേക്കാണ് അവർ മാറാൻ സാധ്യത എന്ന് ചോദിക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും യു.ഡി.എഫിലേക്കല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി മറ്റ് ഏത് മുന്നണിയാണ് കേരളത്തിൽ പ്രബലമായത് എന്ന് കാണാൻ സാധിക്കും. ആ മുന്നണിയിലേക്കാണോ എന്നുള്ള കാര്യത്തിലും അദ്ദേഹം കൃത്യമായി പറയുന്നില്ല. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ശശീന്ദ്രനെതിരെ ഉയർന്നു വരുന്നത് എന്നാൽ ഈ മുന്നണി മാറ്റം എന്ന് പറയുന്നത് ശശീന്ദ്രൻ പക്ഷത്തിന്റെ വളച്ചൊടിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു നീക്കുപോക്ക് എൻ.സി.പിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പി.സി. ചാക്കോയുടെ വാദം. മുതിർന്ന നേതാവായ പി.കെ. രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗമാണ് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നത്. 4 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ഇവർക്കുണ്ട്. എന്നാൽ 7 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരെ കൂട്ടിക്കൊണ്ട് മന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും അറിയിക്കാനാണ് ശശീന്ദ്രന്റെ നീക്കമുള്ളത്. മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ പി.സി. ചാക്കോയും തോമസ് കെ തോമസും കൂട്ടരും മുന്നണി വിടുമെന്നാണ് ശശീന്ദ്രന്റെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ നേതാക്കളെല്ലാവരും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ശശീന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളെ അടക്കം ബന്ധപ്പെട്ട്
തള്ളിയിട്ടുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 7 DCCകളും സംസ്ഥാന ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷവും ചാക്കോ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള നേതാക്കളാണ് ശശീന്ദ്രന് ഒപ്പമുള്ളത്. എന്നാൽ അതേസമയം തന്നെ ദേശീയ നേതൃത്വം പൂർണ്ണമായും ചാക്കോയാണ് പിന്തുണയ്ക്കുന്നത്. അതിനാൽ തന്നെ ശശീന്ദ്രന്റെ നീക്കം വിജയം കാണുക എന്നത് പ്രയാസം തന്നെയാണ്. മാത്രമല്ല 10 പാർട്ടി ജില്ലാ അധ്യക്ഷന്മാരും തോമസ് കെ തോമസിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ശശീന്ദ്രൻ കഴിഞ്ഞ 8.5 വർഷമായി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതുകൊണ്ട് ഇനി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായത്തോട് ദേശീയ അധ്യക്ഷനായ ശരത് പവാറിനും അനുകൂല നിലപാടാണ് ഉണ്ടായത്. എന്തു തന്നെയാണെങ്കിലും NCPയെ സംബന്ധിച്ച് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരേ സ്വരത്തിൽ പറയുകയാണ് മന്ത്രിമാറ്റം വേണമെന്നുള്ളത്. ഇനി ആകെ അയവ് വരുത്താനുള്ളത് AK ശശീന്ദ്രന്റെ നിലപാടിൽ മാത്രമാണ്. എന്തു തന്നെയാണെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ AK ശശീന്ദ്രനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മേൽ അത്ര വലിയ വിശ്വാസമുണ്ട് എന്ന് വേണം കരുതാനായിട്ട്.